സഹോദരി പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അർജുനെ തിരിച്ചു കിട്ടണം, അർജുന്റെ അവസാനം നമുക്കറിയാം, നമുക്ക് എത്രയോ വൈകാരികമായിട്ടാണ് അർജുന്റെ സഹോദരി അന്ന് സംസാരിച്ചത്. അർജുൻ ഇനി വരില്ല എന്ന് ഞങ്ങൾക്കറിയാം, അവനെ ഒന്ന് കാണണം, അവസാനമായിട്ട് അവന്റെ ശരീരമെങ്കിലും ഞങ്ങൾക്ക് വേണം എന്ന് വളരെ വൈകാരികമായി പറഞ്ഞപ്പോൾ അന്ന് കേരളം ഒന്നടങ്കം കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഓരോ മലയാളികളും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിന്നിട്ടുണ്ടാകാം. അവരൊക്കെ ആഗ്രഹിച്ചതാണ് ആ കുടുംബത്തിന്റെ പ്രാർത്ഥന പോലെ 72 ദിവസത്തിന് ശേഷം അർജുന്റെ ശരീരം കണ്ടെത്തുമ്പോൾ അത് മലയാളികളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്, കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കാരണം ഇന്നിവിടെ സതീഷ് കൃഷ്ണ MLA, കാർവാർ MLA-യും ഈശ്വർ മൽപ്പയും ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചൊരു സ്വീകരണമുണ്ട്. കാരണം അത് മലയാളികളുടെ സ്നേഹമായിരുന്നു. കാരണം ഒരു കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള ഒരു ചെറുപ്പക്കാരന് വേണ്ടി, അവനെ കണ്ടെത്താൻ വേണ്ടി ഇത്ര അധികം കർണാടക സർക്കാർ പണം ചെലവഴിച്ചു എന്നതിനപ്പുറം ഒരു മനുഷ്യസ്നേഹികളെ, ഈശ്വർ മുൽപ്പയെ പോലെ അല്ലെങ്കിൽ മനാഫിനെ പോലെ, മനാഫിന്റെ ലോറി നഷ്ടപ്പെട്ടു. പക്ഷെ അവനതിനേക്കാളും വേദന, അവനതിനേക്കാളും നഷ്ടം തോന്നിയത്, പ്രയാസം തോന്നിയത് അവന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ, അർജുനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു. അവരൊക്കെ ആഗ്രഹിച്ചതാണ് അവനൊന്ന് കാണണം, അതുമായിട്ട് അർജുനെയും കൊണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് ദൃഢനിശ്ചയത്തോടെ നിന്ന മനാഫിനെ പോലെയുള്ള മനുഷ്യസ്നേഹികളെ, ഇവിടെ ഓരോരുത്തരും ഇവിടെ എത്തുന്നവരൊക്കെ നമുക്കറിയാം. രാവിലെ നമ്മുടെ ന്യൂസ് 8-ന്റെ മോർണിംഗ് ഷോയില് ഈ കണ്ണാടിക്കലിന്റെ അവിടെ ലൈവ് നിന്നപ്പോൾ അവിടെ ഒരു കോട്ടയത്ത് നിന്നെത്തിയ ഒരു മനുഷ്യനെ കണ്ടു. ഒരിക്കൽ പോലും അർജുനെ നേരിട്ട് കണ്ടിട്ടില്ല. വയനാട്ടിൽ നിന്നുള്ള മനുഷ്യരെ കണ്ടു, ഒരിക്കൽ പോലും അർജുനെ കണ്ടിട്ടില്ല. പക്ഷേ അവർ അർജുനെ കാണാൻ വരുന്നത് ഒരു മനുഷ്യനോടുള്ള സ്നേഹം കാണിക്കാൻ, ഒരു മനുഷ്യസ്നേഹിയോടുള്ള ഒരു അവസാനത്തെ യാത്രയയപ്പ് നൽകാൻ. സാധാരണ നേരത്തെ എൽദോ സൂചിപ്പിച്ചു, ഒരു സിനിമാ താരമല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇങ്ങനെ ഒരു യാത്രയയപ്പ് നൽകണമെങ്കിൽ ഈ അർജുൻ എത്രത്തോളം നമുക്കൊക്കെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു, അർജുന്റെ കുടുംബാംഗങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ നേർസാക്ഷ്യമാണല്ലോ ഇവിടെ നിന്നും ഈ അർജുന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കാരണം അത്രയധികം ആളുകളുണ്ട്. ഒരുപക്ഷെ ഇത് 1 മണിക്കൂർ നേരത്തേക്കാണ് ഈ പൊതുദർശനം എന്ന് പറയുമ്പോഴും 1 മണിക്കൂറല്ല, എത്ര മണിക്കൂറുകൾ പിന്നിട്ടാലും ഈ ആളുകൾക്ക്, ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് അർജുന അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന കാര്യം സംശയം. കാരണം ഇത് അധിക സമയം ഈ ശരീരാവശിഷ്ടങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവർക്കും അർജുനെ കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ മുതൽ ഇവിടെ എത്തിയവരുണ്ട്, ഇന്നലെ സംസ്ഥാനത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്, അർജുന ഒരിക്കൽ പോലും കാണാത്തവർ, അറിയാത്തവരുണ്ട്. അവരൊക്കെ പറയുന്നത് അർജുൻ അത്രത്തോളം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയെന്നാണ്. ഇനി ഇപ്പോൾ വീട്ടുകാർ അർജുന്റെ ഭൗതിക ശരീരം കാണുന്ന കാഴ്ച നമുക്കറിയാം, ശരീരം ഏതവസ്ഥയിലാണെന്ന്. പക്ഷേ അർജുനെ ഒന്ന് കാണുക എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതാണ് ആ ആഗ്രഹം നിറവേറ്റിയതിൽ പലർക്കും പങ്കുണ്ട്. ഈശ്വർ മൽപ്പ, അല്ലെങ്കിൽ സതീഷ് കൃഷ്ണ സെയില്, കേരളത്തിലെ ഗവൺമെന്റ്, കർണാടക സർക്കാർ, ഇവിടുത്തെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, മാധ്യമ പ്രവർത്തകര്, നമുക്കറിയാം നമ്മുടെ KB ബൈജുവിനെ പോലെ, കാസർഗോഡ് റിപ്പോർട്ടർ KB ബൈജു ഈ അർജുനെ കാണാതായെന്നറിഞ്ഞ് അന്ന് മുതൽ ഷിരൂരിലുള്ള മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ഈ ബൈജുവുമായി സംസാരിച്ചപ്പോൾ ബൈജു പറയുന്നത്, ബൈജു വലിയ ശബ്ദം ഇടറിയ ഈ അർജുനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അർജുന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അർജുന്റെ കുടുംബത്തിന്റെ ഭാഗമായി, ഒരു കുടുംബാംഗത്തെ പോലെയായി മാറിയ ബൈജു. അങ്ങനെ ഓരോരുത്തരെയുമാണ് നമുക്കിവിടെ നിന്ന് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അവരുടെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉറപ്പായും അത് ടോം സൂചിപ്പിച്ചതുപോലെ അത് അർജുന് വേണ്ടി ഇടപെട്ട ഓരോ ആളുകളും നേരിടുന്ന പ്രതിസന്ധിയാണ്. ഒന്ന്, തൊണ്ടയിടറാതെ, ശബ്ദമിടറാതെ അർജുനെ പറ്റി ഓർക്കുക പ്രയാസമാണ്. കാരണം അർജുൻ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആദ്യ ദിവസങ്ങൾ, എത്രയോ ദിവസങ്ങൾ. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ചൂഴ്ന്നിറങ്ങുകയും ചെയ്തു. ആ ട്രക്കിൻ്റെ കമ്പനിയുടെ വിശദീകരണം പോലും, അതായത് അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മണ്ണിടിച്ചിലാണ് എങ്കിൽ ആ മണ്ണിനടിയിൽ ആ ലോറി സേഫാണ് എങ്കിൽ അർജുനെ നമുക്ക് വീണ്ടെടുക്കാമെന്നുള്ള അക്ഷീണ പ്രയത്നമായിരുന്നു ആദ്യം. പിന്നീടാണ് തിരിച്ചറിയുന്നത് ആ ലോറി ആ മണ്ണിനടിയിൽ ഇല്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ആ ദൗത്യം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ ദൗത്യത്തിൽ ഇടപെട്ട സോണാർ പരിശോധന ഉൾപ്പെടെ നടത്തിയ സൈന്യം റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ
സ്പോട്ടുകൾ കണ്ടെത്തുന്നു. ഇവിടെ ആ ലോറിയുടെ ക്യാബിനുണ്ട് എന്ന് കരുതുന്ന തരത്തിൽ സോണാറിൽ ഡിറ്റക്ഷൻ ഉണ്ടാകുന്നു, സോണാറിൽ കണ്ടെത്തലുണ്ടാകുന്നു. പിന്നാലെ നമുക്ക് പിന്നെ അത് അർജുനെ വീണ്ടെടുക്കുക, അർജുനെ വീട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതുവരെ നമ്മൾ അർജുൻ ജീവനോടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിയവരാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ കുടുംബാംഗങ്ങൾ പോലും പറയുന്നുണ്ടായിരുന്നു, അർജുൻ ഇനി ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി, അർജുൻ ഇനി മടങ്ങി വരില്ല ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിനുമപ്പുറം ഞങ്ങൾക്ക് അർജുനെ എത്തിക്കണം എന്നുള്ളത് അവർ കണ്ണീരോടുകൂടി പറഞ്ഞപ്പോൾ നെഞ്ച് തകർന്നല്ലേ നമ്മൾ കേട്ടു നിന്നത്, നെഞ്ചുലഞ്ഞല്ലേ നമ്മൾ എല്ലാം ഏറ്റുവാങ്ങിയത്. ആ അർജുൻ അങ്ങനെ ഏറ്റവും ഒടുവിൽ അവരാഗ്രഹിച്ചതുപോലെ അവരാഗ്രഹിച്ചു എന്നതിനപ്പുറം അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം അർജുനെ അവിടെ ആ മണ്ണിലെത്തിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമെങ്കിലും സഫലമായി എന്നുള്ളതാണ്. ജീവനോടെയല്ല നമുക്ക് അർജുനെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞുള്ളത് ശരി തന്നെ. പക്ഷേ ഈ കാത്തു നിൽക്കുന്ന ആളുകളെ കാണുക, അവർ ഒരുപക്ഷെ ഇതിൽ എത്ര പേര് അർജുനെ നേരിട്ട് അറിയാവുന്നവരുണ്ടാകും അറിയില്ല, ആ നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ടാകാം. അതിനുമപ്പുറം എത്രയോ ദൂരങ്ങളിൽ നിന്നും അർജുനെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. CV അനുമോദ് കൂടി ചേരുന്നുണ്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന്. അനുമോദ്, ഈ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ അത് ഇതാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന സമയമാണ്. അനുമോദ്, എന്താണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ എപ്പോൾ ആരംഭിക്കും, എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി? എന്തോ മനുഷ്യ സ്നേഹം പുഴ പോലെ ഒഴുകി വരികയാണ് അർജുന്റെ ആംബുലൻസിന്റെ പുറകെ. നമ്മൾ ആ ആകാശ ദൃശ്യത്തിൽ കണ്ടതാണ് എത്രമാത്രം ആളുകളാണ് അർജുനെ അന്ത്യാഞ്ജലി നൽകാൻ, അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ എത്തി അർജുൻ തന്റെ സഹോദരനായിരുന്നു, തന്റെ സുഹൃത്തായിരുന്നു, അവനെ താൻ വിട ചൊല്ലുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവസാനമായി ഒന്ന് വിട നൽകുവാൻ, യാത്രാമൊഴി നൽകുവാൻ ഒഴുകിയെത്തുന്നത്. ഇവരൊന്നും തന്നെ അർജുനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടവരല്ല. എല്ലാവരും ആ അപകടത്തിന് ശേഷമാണ് അർജുനെ അറിയുന്നതും പിന്നീട് ഈ നാട് മുഴുവൻ അർജുന്റെ പേരിൽ അറിയപ്പെടുന്ന സാഹചര്യം. ഓരോരുത്തർക്കും പറയാൻ അർജുനെ കുറിച്ച് ഓരോ ഓർമ്മകൾ. അത് നമ്മൾ കണ്ടത് മനുഷ്യ സ്നേഹം മറ്റെവിടെയും ഇത്രമാത്രം ഹൃദയസ്പർശിയായിട്ട് ചിത്രീകരിച്ച് കാണില്ല. കാരണം അർജുന് വേണ്ടി കാത്തിരുന്നവരിൽ അർജുന്റെ വീട്ടുകാർ മാത്രമല്ല, മലയാളം സംസാരിക്കുന്ന എല്ലാവരും അർജുന്റെ വിവരങ്ങൾ അറിയാൻ വാർത്തകൾക്ക് മുമ്പിൽ കാത്തിരുന്നു. അർജുന്റെ ഓരോ വിവരങ്ങളും അവർ ശ്രദ്ധയോടെ കേട്ടു, പ്രാർത്ഥിച്ചു. അവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചയിൽ പലരും കണ്ണ് നനഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. ചോദിക്കുമ്പോൾ അവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അർജുനെ കാണുന്നത്, അറിയുന്നത്. പക്ഷെ അർജുന്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവരൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ്. ഇതാണ് നമ്മളെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആ കാണാത്ത ചങ്ങല. അത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വേറിട്ട അധ്യായമാണ്. ഈ ഒരു നാട് ഇനി അർജുന്റെ പേരിലായിരിക്കും, അർജുൻ എന്ന ആ ഒരു യുവാവിന്റെ പേരിൽ, മനുഷ്യ സ്നേഹത്തിന്റെ പേരിലായിരിക്കും കാലങ്ങൾക്കപ്പുറത്തും അറിയപ്പെടുക, ഓർമ്മിക്കപ്പെടുക. കാരണം ഇത്രമാത്രം ഒരു വികാരനിർഭരമായ യാത്രയപ്പ് ഒരു സാധാരണ മനുഷ്യന് ഇതിനു മുൻപ് ആരും നൽകി കാണില്ല. അർജുൻ ഒരു സാധാരണക്കാരാണ്, നമ്മളെയൊക്കെ പോലെ തന്നെ ഉപജീവനത്തിന് തൊഴിൽ ചെയ്ത് ലോറി ഓടിച്ച് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കുടുംബത്തെ നോക്കി കഴിയുന്ന പോലെ സമൂഹത്തിന് സഹായിച്ച് അങ്ങനെ ജീവിക്കുന്ന നമ്മളെപ്പോലെ ഒരാളാണ്. ആ മനുഷ്യനെ വിട ചൊല്ലുവാനാണ് കേരളം മുഴുവൻ കണ്ണാടിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഒഴുകിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്കുള്ള, ഈ വീട്ടിലേക്കുള്ള വഴികളൊക്കെ ജനസഞ്ചയമാണ്, ജനസാഗരമാണ്. ആർക്കും മുന്നോട്ട് പോകാനോ അനങ്ങാനോ കഴിയാത്ത രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആംബുലൻസിന് പിന്നിലായിട്ട് ജനങ്ങൾ ഒഴുകി 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 ആ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച. എങ്ങനെയാണ് ഇതെല്ലാം വിവരിക്കുക എന്ന് ഇപ്പോഴും പറയാനാകുന്നില്ല. കാരണം ഇതൊക്കെ സത്യത്തിൽ ഇവിടെ എത്തിയ ഓരോരുത്തർക്കും അർജുനുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് എന്നുള്ള ബന്ധം മാത്രമാണുള്ളത്. അവർക്കെല്ലാം വാർത്തകളിലൂടെ, നമ്മൾ നൽകിയ വാർത്തകളിലൂടെയും വിവരങ്ങളിലൂടെയും ഒക്കെ അർജുനെ അറിഞ്ഞ പരിചയം മാത്രമാണുള്ളത്. പക്ഷേ അർജുന്റെ മകന് വാങ്ങിയ ആ കളിപ്പാട്ടം കണ്ടെത്തിയപ്പോൾ ആ കണ്ണ് നനയാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. അത്രമാത്രം വേദന, അർജുന്റെ കുടുംബത്തിന്റെ വേദന, നമ്മുടെ ഓരോരുത്തരുടെയും
വേദനയായി മാറുന്നു. അവരുടെ വേദന സ്വന്തം വേദനയാകുമ്പോൾ നമ്മൾ അവിടെ സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു കേട്ടതുപോലെ വായിച്ചറിഞ്ഞതുപോലെയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ. അത്രമാത്രം ഹൃദയസ്പർശിയാണ്, വാക്കുകൾക്ക് അപ്പുറത്താണ്. ഈ ഒരു ജനസഞ്ചയം ഈ സമയക്രമങ്ങളെയൊക്കെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രമാത്രം പേർക്ക് അത് കാണാനാകും അർജുനെ എന്ന് പറയാനാകില്ല. അർജുന്റെ മൃതദേഹം വീടിന് മുൻപിൽ വിളക്കിന് മുൻപിൽ പൊതുദർശനത്തിനായി കിടത്തുമ്പോൾ അർജുന്റെ വീടിന്റെ പുറകുവശത്ത് അവസാന യാത്രയത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. 12 മണി എന്ന സമയമൊക്കെ കഴിഞ്ഞു പോകുമെന്ന് ഉറപ്പാണ്. അത്രമാത്രം ജനത്തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ വൈകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം അർജുന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരുക്കങ്ങൾ കാണാം. എന്താണെങ്കിലും ഇതൊരു സാധാരണ മനുഷ്യൻ മരണത്തിലൂടെ വീണ്ടും ജനിക്കുന്ന അമരനാകുന്ന കാഴ്ചയാണ്. കാരണം ഈ ഒരു നാമം, അർജുൻ എന്ന നാമവും കണ്ണാടിക്കൽ എന്ന ഗ്രാമവും മലയാളി എന്നും ഓർത്തു വെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വന്നു ചേർന്ന ആളുകൾ മണിക്കൂറുകൾ കാത്തുനിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ടവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. അതും സ്ത്രീകൾ, പ്രായമായവർ. ഇവരെല്ലാം തന്നെ തങ്ങളുടെ മകനെ പോലെയാണ് അർജുൻ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് അർജുൻ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അർജുൻ എത്രമാത്രം അമരനാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതെ, എന്താണെങ്കിലും ഈ ഒരു അർജുന്റെ വീടിന്റെ മുൻപിൽ ഇപ്പോൾ പൊതുദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു.